ഈ പണം വീണയുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് അത് പരിശോധിച്ച് അതിൻ്റെ സോഴ്സ് കണ്ടെത്താൻ നാണത്വമുള്ള നട്ടലുള്ളൊരു സർക്കാരാണ് ഈ സംസ്ഥാനത്തെങ്കിൽ അവർക്ക് സാധിക്കണം. AD പിണറായി ഇന്നുള്ള സംഭവമൊന്നുമല്ല. വർഷങ്ങളായി ഞാൻ കേരളത്തിലും കണ്ണൂരിലും കേന്ദ്രീകരിച്ചിരുന്ന സന്ദർഭത്തിൽ ഞാൻ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ഈ കർത്തയുടെ പൂഴി വീണയുടെ അക്കൗണ്ടില്ലാത്ത അക്കൗണ്ടിലേക്ക് പോകുന്നു. ആരുടെ പൈസയാണ്? ഞാൻ കർത്തയോട് ചോദിച്ചു. കർത്ത പറഞ്ഞു അത് പറയാൻ പറ്റുന്നൊരു രഹസ്യമല്ല. ഇത് സത്യമാണ്. അന്ന് വൈകുന്നേരം ഞാൻ പത്രസമ്മേളനം നടത്തി. ഈ പൂഴി എവിടത്തേക്ക് പോകണമെന്ന് കണ്ടുപിടിക്കണം. കർത്തായിൽ നിന്ന് അവർ പൂഴി വാങ്ങിയിട്ടില്ല. ഞാൻ കർത്തയുമായി സംസാരിച്ച കർത്ത പറഞ്ഞു ഞാൻ പൂഴി കൊടുത്തിട്ടില്ല. പൂഴി കൊടുക്കാതെ പൂഴി വാങ്ങാതെ പൂഴി അവരുടെ അക്കൗണ്ടിലേക്ക് പോകാതെ പിന്നെ ആർക്ക് വേണ്ടിയാണ് ഈ കാശ് എന്ന് ഞാൻ പത്രസമ്മേളനം നടത്തി ചോദിച്ചിട്ടുണ്ട്. കണ്ണൂരിലെ പത്രക്കാരെ വിളിച്ച് ചോദിച്ചാൽ മതി. അന്ന് പറഞ്ഞപ്പോൾ ആരും ഗൗനിച്ചിട്ടില്ല. അന്ന് പറഞ്ഞപ്പം ആരും സീരിയസായി എടുത്തിട്ടില്ല. ഒരു ഭരണകൂടവും അതിനു വേണ്ടി അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ദുഃഖം. അതുകൊണ്ട് പൊതുജനത്തിൻ്റെ പണമാണ് അടിച്ച് പൊളിച്ചത്. ഒരു അക്കൗണ്ടിലില്ലാത്ത വീണയുടെ അക്കൗണ്ടില്ല, വീണയിൽ കാശില്ല. ആ കാശില്ലാത്ത അക്കൗണ്ടിലേക്ക് അവരുടെ പേരിൽ പണം അയക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഭീകരമായ കുറ്റമാണ്. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിച്ചോ? ഒരന്വേഷണം നടന്നില്ല, ഒരു നടപടി ഉണ്ടായില്ല. വീണയെ അന്ന് തൂക്കേണ്ടത്, അന്ന് കൈവിലിടേണ്ടത് ആ വീണൻ്റെ കൈകൾക്ക്. ഈ പണം എന്ത് പണമാണ്? എന്ത് ബ്ലാക്ക് മണിയാണ്? ഏത് ബ്ലാക്ക് മണിയാണ്? അതൊക്കെ അന്ന് മാധ്യമക്കാർ കണ്ടുപിടിക്കേണ്ടതാണ്. അത് ജനങ്ങളെ അറിയിക്കേണ്ടതാണ്. സമൂഹം അത് ചോദിക്കേണ്ടതാണ്. പക്ഷേ അതിനാരും മെനക്കെട്ടിട്ടില്ല. ഇന്നിപ്പം അത് പച്ചയായി പുറത്തു വന്നിരിക്കുന്നു. അന്ന് സുധാരേട്ടന് ലഭിച്ച വിവരങ്ങൾ അത് ED ആയിട്ട് ഇനി പങ്കുവയ്ക്കാൻ തയ്യാറാണ്? ഞാൻ തയ്യാറാണ്. തെളിവുകൾ ഹാജരാക്കാൻ? തെളിവുകൾ എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല. ഞാൻ തെളിവ് വരാൻ വന്നിട്ട് എനിക്ക് അക്കൗണ്ട് കൊടുത്ത് വന്ന് എനിക്കറിയാം. ആ എൻ്റെ ഡേറ്റിന് പോയി ആ അക്കൗണ്ട് നോക്കിയാൽ അക്കൗണ്ട് ഉണ്ടാവും. അത്രയല്ലാണ്ട് വേറെ തെളിവൊന്നും ഉണ്ടാവില്ല. വേറെ എന്ത് തെളിവാണ്? പൂഴി കൊടുക്കുന്നു, പൂഴി അവരും കൊടുക്കുന്നു. ഞാൻ എന്ത് തെളിവാണ് കൊടുക്കുക? ED ആവശ്യപ്പെട്ടാൽ ഹാജരായി ഞാൻ ഈ സാക്ഷിയെ പോലെ ഞാൻ പറയാൻ തയ്യാറാണ്. ഒരു സത്യാവസ്ഥ, ഒരു സത്യമായൊരു വസ്തുത സർക്കാരിൻ്റെ മുമ്പിൽ, ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ, കമ്മിറ്റിയുടെ മുമ്പിൽ പറയാൻ എനിക്കൊരു ശതമാനം മടിയില്ല, ഒരു ശതമാനം ആശങ്കയുമില്ല, ഭയപ്പാടുമില്ല. സ്വാഭാവികമല്ലേ? മകളുടെ അക്കൗണ്ടിലേക്ക് പണം വന്നാൽ ആ പണം വന്നതിന് സോഴ്സ് കണ്ടെത്തണ്ടേ? ആ സോഴ്സ് കണ്ടെത്തുമ്പോൾ എവിടെയാണ് സോഴ്സ് കണ്ടെത്തുക? അപ്പോൾ പിണറായി വിജയൻ്റെ സോഴ്സ് നോക്കൂലേ? നോക്കേണ്ടി വരില്ലേ? അതെന്താ തെറ്റ്? ചോദ്യം ചെയ്യണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. ഈ പണം വീണയുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് അത് പരിശോധിച്ച് അതിൻ്റെ സോഴ്സ് കണ്ടെത്താൻ നാണത്വമുള്ള നട്ടലുള്ളൊരു സർക്കാരാണ് ഈ സംസ്ഥാനത്തെങ്കിൽ അവർക്ക് സാധിക്കണം. ഈ സംസ്ഥാനത്ത്, കേരളത്തിൽ. അപ്പോൾ ഈ ആഭ്യന്തര വകുപ്പ് പിണറായി അഴിമതികളെ കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ആഭ്യന്തര വകുപ്പിന് ഇതിനകത്ത് ഇതൊന്നും കാര്യമൊന്നുമില്ല. ആഭ്യന്തര വകുപ്പിന് എന്ത് കാര്യമാണ്? വിജിലൻസിന് അന്വേഷിക്കേണ്ടെങ്കിൽ പറയണ്ടേ? ഡിപ്പാർട്ട്മെൻറ്റോ സർക്കാരോ പറയണ്ടേ? അല്ലാതെ ഡിപ്പാർട്ട്മെൻറ്റ് പോയിട്ട് എടുക്കുമോ? നേരെ അന്വേഷണം നടത്തുമോ? അദ്ദേഹത്തിന് പറയാം, അദ്ദേഹത്തിന് അന്വേഷണത്തിന് ഉത്തരവിടാം. അല്ല, അതായിട്ടില്ലല്ലോ ഇതുവരെയും. ആരും ഇട്ടിട്ടില്ല. ഞാനിന്ന് രാത്രി രമേശനെ ബന്ധപ്പെടാൻ വേണ്ടി നിൽക്കുകയാണ്. സുധാരേട്ട KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നിരവധി തവണ ആരോപിച്ചിട്ടുള്ളായിരുന്നു CPM-ഉം അത് പിണറായി വിജയനും BJP തമ്മിലൊരു ഡീലുണ്ടായിരുന്നു എന്നുള്ളത്. പിണറായി വിജയനും മോദിയും തമ്മിൽ, കേന്ദ്ര സർക്കാരും തമ്മിൽ ഡീലുണ്ടായിരുന്നു എന്നുള്ളത് പിണറായി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നിരവധി തവണ ആരോപണം ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. ആരിൽ നിന്ന് ആരോപണം വന്നത്? KPCC-യിൽ നിന്ന്. അതെ, അതും നമുക്ക് ചില വിവരങ്ങൾ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ED ഇനിയിപ്പോൾ ഒരു നിഷ്പക്ഷമായ അന്വേഷണം നടക്കും. സംസ്ഥാന പോലീസ് കോൺഗ്രസിൻ്റെ ഒരു സർക്കാർ വയ്ക്കുമ്പോൾ ആ സർക്കാരല്ലേ അന്വേഷിക്കേണ്ടത്? EDയുടെ അന്വേഷണത്തിനൊന്നും വലിയ നിലയും വിലയും ഇല്ല. എനിക്ക് വിശ്വാസമില്ല ED അന്വേഷണത്തിൽ.
അപ്പോൾ സംസ്ഥാന സർക്കാർ നല്ല സെലക്റ്റഡായ പ്രത്യേകമായ ഒരു പോലീസ് സേനയെ വെച്ച് ഒരു പോലീസ് ടീമിനെ വെച്ചിട്ട് അത് എൻക്വയറി നടത്താൻ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഉത്തരവിടണം, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ഉത്തരവിടണം. ആ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുള്ളൂ.